എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം, അതായത് കൊച്ചുകുട്ടികൾ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, നല്ലൊരു വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ, തുടർന്നൊരു ജോലി, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് വിവാഹം, അത്തരം കാര്യങ്ങൾ ഇന്നൊരു ബാലികേലാമറയായിക്കൊണ്ട്, അതല്ലെങ്കിൽ പാരൻസിന് ഒരുപാട് ബാധ്യത വരുന്ന, അല്ലെങ്കിൽ പെനാൽറ്റി പേരൻ്റ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് നമ്മൾ കണ്ടുവരുന്നത്. അതിനൊരു പരിഹാരമായിട്ട് എപ്പോഴാണോ കുട്ടികൾ ആകുന്നത് അതേ കാലയളവിൽ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ, ജോലി, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും നമ്മുടെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്ര രൂപ നമ്മൾക്ക് അതിലേക്ക് വേണം എന്നുള്ള ലോൺ എടുത്തിട്ട് പലിശയുടെ പലിശയും കൊടുത്ത് ബാധ്യതയും കടക്കണിയുമായി എന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ അതൊരു മുന്നൊരുക്കമായിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾക്ക് കുറച്ച് തുകയെങ്കിലും അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് കണ്ടുകൊണ്ട് എപ്പോഴാണോ കുട്ടി ജനിക്കുന്നത് അത് മുതൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പ്രൈമറി തലം തുടങ്ങി ആരംഭിക്കുന്നത് മുതൽ കുറച്ച് തുക അതിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് സാധാരണ വിദ്യാഭ്യാസം നോർമൽ ഹയർ എഡ്യൂക്കേഷൻ എത്തുന്നതിന് മുന്നും അതിന് ശേഷവും ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസിന് പണം ചിലവാക്കേണ്ടതായിട്ട് വരുന്നു. ബുക്സ്, ആ സ്റ്റഡി മെറ്റീരിയൽസ്, ഡ്രസ്സ്, ട്യൂഷൻ ഫീ, ട്രാവലിംഗ്, അതുപോലെ ഒരുപാട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചിലവുകൾ വരുന്നതും അതിനെയൊക്കെ ലഘൂകരിക്കുന്നതിലേക്ക് എപ്പോഴാണോ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോഴെങ്കിലും നിശ്ചിത തുക അതിൻ്റെ എയിം വെച്ചുകൊണ്ട് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഫഷനിലേക്ക് പോകുന്നതിലേക്കുള്ള ഏകദേശ തുക കണ്ടുകൊണ്ട് ലോൺ എടുക്കുന്നതിന് മുന്നേ നമ്മൾ അടച്ചുകൊണ്ട് അതൊരു പ്രോഫിറ്റ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമ്മൾ കൊടുക്കുന്ന പൈസ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സ്വരൂപിക്കുന്ന പൈസ തന്നെ നമ്മൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഒരു പ്രോഫിറ്റ് ആയിക്കൊണ്ട്, പ്രോഫിറ്റ് മേക്കിംഗ് പാരൻ്റ് ആയിക്കൊണ്ട് നമ്മൾക്ക് അത്തരം കാര്യങ്ങൾ കുട്ടികളെ വിദ്യാഭ്യാസവും ഹയർ എഡ്യൂക്കേഷനും ജോലി വരെ എത്തിക്കാവുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും, അത്തരത്തിൽ ഒരു പെനാൽറ്റി മേക്കിംഗ് പാരൻ്റ് ആകാതെ പ്രോഫിറ്റ് മേക്കിംഗ് പാരൻ്റ് ആയിക്കൊണ്ട് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞ് ഒരു ഉദ്യോഗം, പ്രൊഫഷനിലേക്ക് ആക്കിക്കൊണ്ട് പാരൻസ് സ്വസ്ഥമായും ബാധ്യത കൂടാതെ ഹാപ്പിയായി എൻജോയ് ആയി ജീവിക്കാൻ പറ്റുന്ന പല പദ്ധതികളും പ്ലാനുകളും ഉണ്ട്. അത് ഗവൺമെൻറ് ഉറപ്പ് തരുന്നതും സോവറിൻ ഗ്യാരണ്ടി ഉള്ളതും, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ തരുന്നതും. പാരൻസ് കുട്ടികൾക്ക് വേണ്ടി ചേരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ ടൈമിൽ എന്തെങ്കിലും പാരൻസിന് സംഭവിച്ചു പോവുക, ജോലി എടുക്കാൻ പറ്റാതിരിക്കുക, ജോലി നഷ്ടപ്പെടുക, വരുമാനം നഷ്ടപ്പെടുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതല്ലെങ്കിൽ പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുട്ടിയുടെ വിദ്യാഭ്യാസം ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്ത് നടത്തുന്ന പ്രീമിയം ലേബർ ബെനിഫിറ്റ്, അത് PWD എന്ന് പറയും, അത് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ വിദ്യാഭ്യാസം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന പദ്ധതികളുമുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ഒരു 5 വർഷം എത്തുമ്പോൾ കുറച്ച് തുക കിട്ടിക്കൊണ്ടും കുട്ടികളുടെ ഇടക്കാല ആശ്വാസം എന്നുള്ളതിലേക്കും ബാധ്യത വരാതെ, അല്ലെങ്കിൽ ഇടക്കാലത്ത് അധിക ബാധ്യതയിലേക്ക് പോകാതെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാനും ഹയർ ലെവലിലേക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ബാധ്യത കൂടാതെ, കടക്കണി കൂടാതെ എത്തിച്ചുകൊണ്ട് അത് ഹയർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് നല്ലൊരു ഹയർ പൊസിഷനിലേക്ക് പ്രൊഫഷണലായിക്കൊണ്ടും, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ജോലിയും അതോടൊപ്പം തന്നെ വിവാഹവും നല്ല രീതിയിൽ ബാധ്യത കൂടാതെ, അല്ലെങ്കിൽ കുറഞ്ഞ ബാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുകയും പ്രോഫിറ്റ് മേക്കിംഗ് പാരൻ്റ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ഭംഗിയാക്കി നടത്തുന്നതിലേക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിലേക്ക് ബാബു പണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഇൻഫർമേഷൻസ് അതാത് സമയം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള അടുത്ത വീഡിയോയിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക്സ് ഓൾ ഓഫ് യു.